എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. സുരക്ഷാ ചിഹ്നത്തിന്റെ 4 അടിസ്ഥാന വിഭാഗങ്ങളും അതിന്റെ അർത്ഥങ്ങളും തിരിച്ചറിയുക. 2. റോഡ് സുരക്ഷാ ചിഹ്നങ്ങളുടെ അർത്ഥം വായിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. 3. കൃത്രിമ ശ്വസനം ലഭിക്കാൻ ഇരയെ തയ്യാറാക്കുക. 4. നെൽസൺസ് ആം ലിഫ്റ്റ് ബാക്ക് പ്രഷർ രീതി ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. ഇതിന്റെ തുടർച്ചയായി ഈ വീഡിയോയിൽ എങ്ങനെയെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. 1. ഷാഫേഴ്സ് രീതിയിലൂടെ ഇരയെ പുനരുജ്ജീവിപ്പിക്കുക, മൗത്ത് ടു മൗത്ത്. 2. വായ മുതൽ മൂക്ക് വരെയുള്ള രീതി ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. 3. ഹൃദയസ്തംഭനത്തിൽ CPR, കാർഡിയോ പൾമണറിക്ക് വിധേയനായ ഒരു ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. 4. ഇരകളെ നിർത്തുകയോ രക്തസ്രാവം ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള ചികിത്സ നടത്തുക. ടാസ്ക് 1. ഷാഫേഴ്സ് രീതി ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. ഇരയുടെ നെഞ്ചിലും വയറിലും മുറിവുകൾ ഉണ്ടായാൽ ഈ രീതി ഉപയോഗിക്കരുത്. ഘട്ടം 1. ഇരയെ അവരുടെ വയറ് താഴെയാക്കി കിടത്തുക. ഒരു കൈ നേരിട്ട് മുന്നോട്ട് നീട്ടി മറ്റേ കൈ കൈമുട്ടിന് നേരെ വളച്ച് മുഖം വശത്തേക്ക് തിരിച്ച് കൈയിലോ കൈത്തണ്ടയിലോ വിശ്രമിക്കുന്ന രീതിയിൽ കിടത്തുക. ഘട്ടം 2. ഇരയെ മുട്ടുകുത്തിക്കുക. അങ്ങനെ അവരുടെ തുടകൾ നിങ്ങളുടെ കാൽമുട്ടുകൾക്കിടയിലും നിങ്ങളുടെ വിരലുകൾ തള്ളവിരലുകളും സ്ഥാനം പിടിക്കും. ഘട്ടം 3. കൈകൾ നേരെ പിടിച്ച് സാവധാനത്തിൽ മുന്നോട്ട് ആട്ടുക. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം ഇരയുടെ താഴത്തെ വാരിയെല്ലുകളിൽ ക്രമേണ വഹിക്കുകയും ഇരയുടെ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളുകയും ചെയ്യും. ഘട്ടം 4. 2 സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും മുന്നോട്ട് നീങ്ങുക. മിനിറ്റിൽ 12 മുതൽ 15 തവണ വരെ സൈക്കിൾ ആവർത്തിക്കുക. ഘട്ടം 5. ഇര സ്വാഭാവികമായി ശ്വസിക്കാൻ തുടങ്ങുന്നതുവരെ കൃത്രിമ ശ്വസനം തുടരുക. ടാസ്ക് 2. ഇരയെ മൗത്ത് ടു മൗത്ത് രീതിയിലൂടെ പുനരുജ്ജീവിപ്പിക്കുക. ഘട്ടം 1. ഇരയെ മലർത്തി കിടത്തുക. അയാളുടെ തല നന്നായി പുറകിലേക്ക് ആക്കാൻ അയാളുടെ തോളിൽ ഒരു റോൾ വസ്ത്രം വയ്ക്കുക. ഘട്ടം 2. ഇരയുടെ തല പിന്നിലേക്ക് ആക്കുക. അങ്ങനെ താടി മുകളിലേക്ക് ഉയരുന്നു. ഘട്ടം 3. ഇരയുടെ താടിയെല്ല് പിടിച്ച് മുകളിലത്തെ പല്ലുകളെക്കാൾ താഴത്തെ പല്ലുകൾ ഉയരുന്നതുവരെ മുകളിലേക്ക് ഉയർത്തുക. അല്ലെങ്കിൽ ചെവിയുടെ താടിയെല്ലുകൾക്ക് സമീപം താടിയെല്ലിന്റെ ഇരുവശങ്ങളിലും വിരലുകൾ വെച്ച് മുകളിലേക്ക് വലിക്കുക. വായു കടന്നു പോകുന്നത് തടയുന്നതിൽ നിന്ന് നാവിനെ തടയാൻ കൃത്രിമ ശ്വസനത്തിലുടനീളം താടിയെല്ലിന്റെ സ്ഥാനം നിലനിർത്തുക. ഘട്ടം 4. ദീർഘമായി ശ്വാസം എടുത്ത് നിങ്ങളുടെ വായ ഇരയുടെ വായ്ക്ക് മുകളിൽ വയ്ക്കുക. തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ഇരയുടെ മൂക്ക് പിഞ്ച് ചെയ്യുക. നേരിട്ടുള്ള സമ്പർക്കം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ വായയ്ക്കും ഇരയ്ക്കും ഇടയിൽ ഒരു പോറസ് തുണി വയ്ക്കുക. കുട്ടികൾക്കാണെങ്കിൽ നിങ്ങളുടെ വായ അതിന്റെ വായിലും മൂക്കിലും വയ്ക്കുക. ഘട്ടം 5. ഇരയുടെ വായിൽ. ഒരു ശിശുവിന്റെ കാര്യത്തിൽ സൗമ്യമായി അവരുടെ നെഞ്ച് ഉയരുന്നതുവരെ ഊതുക. നിങ്ങളുടെ വായ നീക്കം ചെയ്ത് മൂക്കിലെ പിടിവിടുക. അവരെ ശ്വാസം വിടാൻ അനുവദിക്കുക. വായുവിന്റെ പുറത്തേക്കുള്ള തിരക്ക് കേൾക്കാൻ നിങ്ങളുടെ തല തിരിക്കുക. ആദ്യത്തെ 8 മുതൽ 10 വരെ ശ്വസനങ്ങൾ ഇരയുടെ പ്രതികരണം പോലെ വേഗത്തിലായിരിക്കണം. അതിനുശേഷം മിനിറ്റിൽ 12 തവണ, ഒരു ശിശുവിന് 20 തവണ ആയി കുറയ്ക്കണം. വായു കടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരയുടെ തലയുടെയും താടിയലിന്റെയും സ്ഥാനം പരിശോധിക്കുകയും തടസ്സങ്ങൾ നീക്കാൻ വായ വീണ്ടും പരിശോധിക്കുകയും ചെയ്യുക. തുടർന്ന് കൂടുതൽ ശക്തമായി വീണ്ടും ശ്രമിക്കുക. നെഞ്ചിപ്പോഴും ഉയരുന്നില്ലെങ്കിൽ ഇരയുടെ മുഖം താഴേക്ക് തിരിക്കുക. തടസ്സങ്ങൾ നീക്കാൻ അവന്റെ പുറകിൽ കുത്തനെ അടിക്കുക. ചിലപ്പോൾ ഇരയുടെ വയറ്റിൽ വായു പ്രവേശിക്കുന്നത് വയറിന്റെ വീക്കത്തിന്റെ തെളിവാണ്. ശ്വസിക്കുന്ന സമയത്ത് ആമാശയത്തിൽ മൃദുവായി അമർത്തി വായു പുറന്തള്ളുക. ടാസ്ക് 3. ഇരയെ മൗത്ത് ടു നോസ് രീതി ഉപയോഗിച്ച് പുനരുജ്ജീവിപ്പിക്കുക. ഇരയുടെ വായ തുറക്കാതിരിക്കുകയോ നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ കഴിയാത്ത തടസ്സം ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ ഈ രീതി ഉപയോഗിക്കുക. ഘട്ടം 1. ഇരയുടെ ചുണ്ടുകൾ ദൃഢമായി അടയ്ക്കുന്നതിന് ഒരു കൈയുടെ വിരലുകൾ ഉപയോഗിക്കുക. ഇരയുടെ മൂക്കിനു ചുറ്റും നിങ്ങളുടെ ചുണ്ടുകൾ അടച്ച് അവരിലേക്ക് ശ്വാസം നൽകുക. ഇരയുടെ നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഘട്ടം 2. ഇര പ്രതികരിക്കുന്നതുവരെ ഈ വ്യായാമം മിനിറ്റിൽ 10 മുതൽ 15 തവണ ആവർത്തിക്കുക. ഘട്ടം 3. ഡോക്ടറുടെ വരവ് വരെ ഈ വ്യായാമം തുടരുക. ടാസ്ക് 4. കാർഡിയാക് അറസ്റ്റിന് CPR
കാർഡിയോ പൾമണറിക്ക് വിധേയനായ ഒരു ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. ഘട്ടം 1. ഇരയ്ക്ക് ഹൃദയസ്തംഭനം വന്നിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് പരിശോധിക്കുക. ചുണ്ടുകൾക്ക് ചുറ്റുമുള്ള നീലനിറവും കണ്ണുകളുടെ വിശാലമായ കൃഷ്ണമണിയും കൊണ്ട് ഹൃദയസ്തംഭനം കണ്ടെത്താനാകും. ഘട്ടം 2. ഇരയെ ദൃഢമായ പ്രതലത്തിൽ മലർത്തിക്കിടത്തുക. ഘട്ടം 3. നെഞ്ചിന് അഭിമുഖമായി മുട്ടുകുത്തി നിന്ന് മുലയുടെ അസ്ഥിയുടെ താഴത്തെ ഭാഗം കണ്ടെത്തുക. ഘട്ടം 4. നിങ്ങളുടെ വിരലുകൾ വാരിയെല്ലുകളിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കൈപ്പത്തി മുലയുടെ താഴത്തെ ഭാഗത്തിന്റെ മധ്യഭാഗത്ത് വയ്ക്കുക. നിങ്ങളുടെ മറ്റേ കൈകൊണ്ട് കൈപ്പത്തി മൂടുക. നിങ്ങളുടെ വിരലുകൾ ഒരുമിച്ച് പൂട്ടുക. ഘട്ടം 5. നിങ്ങളുടെ കൈകൾ നേരെയാക്കിക്കൊണ്ട് നെഞ്ചല്ലിന്റെ താഴത്തെ ഭാഗത്ത് കുത്തനെ അമർത്തുക. എന്നിട്ട് സമ്മർദ്ദം വിടുക. സെക്കൻഡിൽ 1 തവണ എന്ന നിരക്കിൽ 15 തവണ ഘട്ടം ആവർത്തിക്കുക. ഘട്ടം 6. ഹൃദയമിടിപ്പ് പരിശോധിക്കുക. ഘട്ടം 7. ശ്വാസം നൽകാൻ ഇരയുടെ വായിലേക്ക് തിരികെ നീങ്ങുക. മൗത്ത് ടു മൗത്ത് പുനർ ഉത്തേജനം. ഘട്ടം 8. ഹൃദയത്തിന്റെ മറ്റൊരു 15 കംപ്രഷനുകൾ തുടരുക. തുടർന്ന് 2 തവണ വായയിൽ നിന്ന് വായയിലേക്ക് പുനർ ഉത്തേജനം നടത്തുക. അങ്ങനെ ഇടയ്ക്ക് പൾസ് പരിശോധിക്കുക. ഘട്ടം 9. ഹൃദയമിടിപ്പ് തിരിച്ചെത്തിയാലുടൻ കംപ്രഷൻ ഉടനടി നിർത്തുക. എന്നാൽ സ്വാഭാവിക ശ്വസനം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതുവരെ മൗത്ത് ടു മൗത്ത് പുനർ ഉത്തേജനം തുടരുക. ഘട്ടം 10. ഇരയെ വീണ്ടെടുക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. അവരെ ചൂടാക്കി വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. ഘട്ടം 11. ഉടൻ ഒരു ഡോക്ടറെ വരുത്തുക. ഘട്ടം 12. ഇരയെ ഒരു പുതപ്പ് ഉപയോഗിച്ച് പൊതിഞ്ഞു വയ്ക്കുക. ചൂടുവെള്ള കുപ്പികൾ അല്ലെങ്കിൽ ചൂടുള്ള ഇഷ്ടികകൾ കൊണ്ട് ശരീരം ചൂടാക്കുക. കൈകളുടെയും കാലുകളുടെയും ഉള്ളിൽ ഹൃദയത്തിന് നേരെ അടിച്ചുകൊണ്ട് രക്തചംക്രമണം ഉത്തേജിപ്പിക്കുക. ടാസ്ക് 5. ഇരകളുടെ രക്തസ്രാവം തടയുന്നതിനുള്ള ചികിത്സ നടത്തുക. ഘട്ടം 1. രക്തസ്രാവത്തിന്റെ സ്ഥാനം നിർണയിക്കുക. ഘട്ടം 2. സാധ്യമെങ്കിൽ പരിക്കേറ്റ പ്രദേശം ഹൃദയത്തിന് മുകളിൽ ഉയർത്തുക. ഘട്ടം 3. അണുവിമുക്തമായ തുണി ഉപയോഗിച്ച് രക്തസ്രാവമുള്ള ഭാഗത്ത് നേരിട്ട് സമ്മർദ്ദം ചെലുത്തുക. ഘട്ടം 4. 5 സെക്കൻഡ് മർദ്ദം നിലനിർത്തുക. ഘട്ടം 5. 15 മിനിറ്റിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ രക്തസ്രാവം നിലച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഘട്ടം 6. മുറിവ് വൃത്തിയാക്കുക. ഘട്ടം 7. മൃദുവായ മെറ്റീരിയൽ പാഡ് ഉപയോഗിച്ച് മുറിവ് ബാൻഡേജ് ചെയ്യുക. ഘട്ടം 8. ഇരയെ ഡോക്ടറിൽ നിന്ന് ചികിത്സ നേടാൻ ഉപദേശിക്കുക. റീക്യാപ്പ്. ഈ വീഡിയോയിൽ എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. 1. ഷാഫറിന്റെ രീതിയിലൂടെ ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. വായിൽ നിന്ന് വായിലൂടെ, അതായത് മൗത്ത് ടു മൗത്ത്. 2. വായ മുതൽ മൂക്ക് വരെയുള്ള രീതി ഉപയോഗിച്ച് ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. 3. ഹൃദയസ്തംഭനത്തിൽ CPR കാർഡിയോ പൾമണറിക്ക് വിധേയനായ ഒരു ഇരയെ പുനരുജ്ജീവിപ്പിക്കുക. 4. ഇരകളെ നിർത്തുകയോ രക്തസ്രാവം ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള ചികിത്സ നടത്തുക.